ഹലോ ഫ്രണ്ട്സ്, ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിൽ നമ്മളിന്ന് കാണിക്കുന്നത് ഇവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചന്തയും അതുപോലെ കാഴ്ചയൊക്കെയാണ്, അതിൻ്റെ കാഴ്ചകളൊക്കെയാണ്. പിന്നെ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഒരു കമ്മലിൻ്റെ കടയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിന്നിട്ടില്ല, ഇനി ഇവിടുന്ന് എപ്പോഴാണ് പോകാൻ പറ്റുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. പല വെറൈറ്റി കമ്മലുകളുണ്ട്, സ്റ്റഡായിട്ടും ഹാങ്ങിങ് ആയിട്ടും ഒരുപാട് സ്റ്റോളുണ്ട് കേട്ടോ. കമ്മലിൻ്റെ മാത്രം സ്റ്റോള് തന്നെ ഒരു 5-8 സ്റ്റോള് കമ്മലിൻ്റെ മാത്രമുണ്ട്. 8 മതിയാവില്ല അല്ലേ? അതിൽ കൂടുതലുണ്ട്, ഒരുപാടുണ്ട്. ഇതിപ്പം ഓരോ സ്റ്റാൻഡായിട്ടായതുകൊണ്ട് അവരിപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ഒരു 10 മീറ്ററിലും ഇതുണ്ട്. ഓരോ ഷോപ്പും ഉണ്ട്. അതെ. പിന്നെ ഈ വിഷുവിൻ്റെ ഈ ഉത്സവത്തിൻ്റെ ചന്ത എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. കാരണം നമ്മളൊക്കെ ഒരു ഉത്സവത്തിന് പണ്ട് വിഷുവിനൊക്കെ നമുക്ക് കിട്ടുന്നൊരു കൈനീട്ടം ഉണ്ടല്ലോ. കൈനീട്ടം നമ്മളൊക്കെ ഒരുപാട് ചേർത്ത് വെച്ചിട്ട് ലാസ്റ്റ് ദിവസം പോയിട്ടാണ് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിക്കുക. നമുക്ക് വേണ്ട വീട്ടു സാധനങ്ങൾ, അതായത് ഈ കത്തി, അതുപോലുള്ള വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, ചട്ടികൾ, പാത്രങ്ങൾ, തുണിത്തരങ്ങൾ, ചെരുപ്പ്, പിന്നെ ഇതുപോലെ കുറേ ടോയ്സുകൾ, കുട്ടികൾക്കുള്ള ടോയ്സ് ആണ്. ഇതൊക്കെ നമ്മൾ നെസ്റ്റാൾജിക് ആയിട്ടുള്ള ടോയ്സ് ആണ്, പണ്ട് നമ്മൾ കാണുന്ന ടൈപ്പ് ടോയ്സുകൾ. ഇപ്പോഴും ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ള തന്നെ വലിയ കാര്യമാണ്. മാലയുടെ കട. ഈ ഒരു ചന്ത എന്ന് പറയുന്നത് ശരിക്ക് ഉത്സവം നമ്മുടെ ചെറുകുന്ന് അമ്പലത്തിൻ്റെ ഒരു മെയിൻ റോഡ് തൊട്ട് അമ്പലത്തിൻ്റെ എൻട്രൻസ് വരെ ഒരു ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിൽ 2 വശത്തുമായിട്ട് അതിനോട് ചേർന്നിട്ടുള്ള വയലുകളുണ്ട്. വയലുകളിൽ വേറെ ചന്തകളുണ്ട്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. പണ്ട് കാലത്തൊക്കെ വയലുകളിൽ അതെ, പണ്ട് കാലത്ത് നമ്മൾ വയലുകളിൽ ഒരുപാട് ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് റൈഡുകളൊക്കെ പോലുള്ളതൊക്കെ വരുമായിരുന്നു. ഈ മരണക്കിണർ, മറ്റേ മാജിക് ഷോകൾ, പിന്നെ ഡോഗ് ഷോ, മത്സ്യകന്യക, അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയുള്ള കലാകാരന്മാരൊന്നും അധികം കാണുന്നില്ല. ഇപ്പോൾ ഈ ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർ ഈ കുറേ ഫുഡ് കൾച്ചറാണെന്ന് തോന്നുന്നു. കുറേ ഫുഡിൻ്റെ കടകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ ഫുഡുകളും. അതെ, നമ്മളത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, നൈറ്റിൽ എക്സ്പ്ലോർ ചെയ്തത്. അതിൻ്റെ വീഡിയോ നമ്മളിടാം. പക്ഷെ അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. ചെറുകുന്നുകാരുടെ മെയിൻ പർച്ചേസിങ് ടൈമാണ് അല്ലേ? അതെ, നമ്മൾ ഒരു ഉത്സവം തുടങ്ങി നമ്മൾ അതിൻ്റെ അവസാന ദിവസത്തേക്കാണ് നമ്മൾ ഇതൊക്കെ വെക്കുക. ഈ ചന്തക്ക് പോകാമെന്ന് പറയും നമ്മൾ. അപ്പോൾ ഈ നമ്മുടെ ചെറുനാട്ടുകാർ മാത്രമല്ല, തൊട്ടടുത്ത എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും വരും. അപ്പോൾ നമ്മളൊരു വിഷു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉത്സവം കഴിഞ്ഞാൽ നമ്മൾ ചെറുകുന്നുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം തൊട്ട് അടുത്ത ഉത്സവം വരെ നമ്മുടെ ഒരു കാത്തിരിപ്പ്, നമ്മുടെ ഒരു ജീവിതം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ അടുത്തൊരു വർഷത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ചട്ടി, കലം, മറ്റേ എന്താ പറയുക, അതുപോലുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് വേണ്ട, അതെ എല്ലാം നമ്മളൊരു വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഈ ഒരു ദിവസമായിരിക്കും. ബെഡ്ഷീറ്റുകളുണ്ട്. പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം ഇതൊക്കെ കഴിഞ്ഞൊരു അവസാന ദിവസം ഒരു ഉച്ചയോട് വൈകുന്നേരത്തോടു കൂടി എല്ലാ കടകളും അടച്ച് ഇവരിതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോഴും നമ്മൾ പണ്ട് ചെറുതൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ അവർ വെറുതെ തരും. അതിനായിട്ട് നമ്മൾ നിൽക്കും അവിടെ. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് പാക്കിങ് ഊരിയതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. വീണ്ടും കമ്മലിൻ്റെ കടയെത്തി. നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ വെറുതെ കമ്മലിൻ്റെ കട മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അല്ല, ഇനിയും വേറെ കുറേ കാഴ്ചകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മൾ നിന്ന് പോകുന്നതാണ്, പ്രത്യേകിച്ച് ഞാൻ. മൺചട്ടികൾ, അതിൻ്റെ കൂജകൾ അല്ലേ, പിന്നെ ചിരാതുകൾ, പിന്നെ ഈ ഭണ്ണാരം, എന്താ പറയുക, കൊല്ലൻ്റെ ആലിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കത്തികൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ല, ചീനച്ചട്ടിയുണ്ട്, ചട്ടിയുണ്ട്, പല ടൈപ്പ് ബ്ലാക്ക് കളറിലെല്ലാം ഉണ്ട്. വളച്ചന്തകൾ ഒരുപാടുണ്ട്. നമ്മൾ പണ്ട് കാലത്തെ വളച്ചന്തകളില്ല, അത്
താണ്ട വീണ്ടും കമ്മൽ. ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആട്ടോ, ഒരു രക്ഷയില്ല. 20 മുതൽ 30 രൂപ വരെയുടെ അങ്ങനെ ഒരുപാടുണ്ട്. 20 രൂപ ടു 30 എന്ന് പറഞ്ഞിട്ടാണ് ബോർഡ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കയറി. പിന്നെ ഒരു വലിയൊരു ഭാഗം മുഴുവൻ ഫാൻസി ഐറ്റംസ്, ഗൃഹോപകരണ സാധനങ്ങൾ, മരങ്ങൾ, ഒന്നും പറയണ്ട. നല്ല നല്ല എന്താ പറയുക, ഒരു രക്ഷയുമില്ല. എന്തെടുക്കണം തിരിയാതെ നടക്കുക. ഇത് കണ്ടില്ലേ, വലിയൊരു ഏരിയ ആണ്. വിത്തുകൾ, ചെടികളുടെ വിത്തുകളുണ്ട്. പിന്നെ വെച്ചാൽ പഴയ കാലങ്ങളിൽ നമുക്ക് കിട്ടുന്ന മുട്ടായികളിലെ 80-90s കിഡ്സൊക്കെ കഴിച്ചിട്ടുണ്ടാവും. നല്ല എന്താ പറയുക, പുളിയച്ചാർ അങ്ങനത്തെ മുട്ടായികളാണ്. അപ്പം മരങ്ങൾ കണ്ടില്ലേ, പ്ലാവുണ്ട്, മാവുണ്ട്, കുറേ മരങ്ങളുണ്ട്. ചെടികളായിട്ടുണ്ട്, ചെടിച്ചട്ടികളായിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റുകൾ, തുണികൾ, 200-100 രൂപക്കൊക്കെ പലാസോ പാൻറ്റുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എല്ലാം. ഇതിൻ്റെ ലാസ്റ്റ് ഡേ ഒന്നും എന്താ പറയുക, തിരക്ക് കാരണം നമുക്ക് മര്യാദയ്ക്കൊന്ന് പോകാൻ പോലും പറ്റൂല. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 വർഷമാണ് ഇത് കൂടിയിട്ടുള്ളത്. ഭരണികൾ കണ്ടില്ലേ, പല ഷേപ്പിലും പല സൈസിലുള്ള പല സ്റ്റൈലിലുള്ള ഭരണികളാണ്. കൂജകൾ വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല, ഒരു 100-50 ആ ഒരു റേഞ്ചേ ഉള്ളൂ. നമ്മളെന്തായാലും കുറച്ച് ചിരാതുകൾ വാങ്ങിക്കാന്ന് വെച്ച് കുറച്ച് ചിരാതുകൾ വാങ്ങിച്ചിട്ടുണ്ട്. 2 രൂപയുള്ളൂ ഒരു ചിരാതിന്. നമ്മളൊരു 5-10 ചിരാത് വാങ്ങിച്ചു. സാധാരണ നമുക്ക് ചിരാതൊക്കെ കിട്ടുന്നത് വേറെ എന്താ പറയുക, ഫാബ്രിക്കിൻ്റെ ഒക്കെ ആയിരിക്കും, ഫൈബറിൻ്റെ ഒക്കെ ആയിരിക്കും. ഇത് നമ്മളെന്താ പറയുക, കളിമണ്ണിൻ്റെ ചിരാതുകളാണ്. ഇതിൻ്റെ പൈസ കൊടുക്കുക. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് തരുന്നത്. നാട്ടിലിപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചത് കൊണ്ട് ഒരു കവറും കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങിക്കാൻ ഇറക്കുമ്പോൾ തന്നെ കവറ് കൈ കരുതിയിട്ടില്ല, നമ്മൾ പെട്ടു. ഇരുമ്പ് പാത്രങ്ങൾ, കത്തികൾ, കത്തി തന്നെ കണ്ടില്ലേ, പല ഷേപ്പിലുള്ളതുണ്ട്. എന്താ പറയുക, കൊക്കുള്ള ടൈപ്പ് കത്തിയുണ്ട്, കുറേ ടൈപ്പ് പീശാത്തികളുണ്ട്, മീൻ കത്രിക, എല്ലാ സാധനങ്ങളും. നമുക്കതെ ഒരു എന്താ പറയുക, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നോക്കാം. ചണ്ട വീണ്ടും കമ്മൽക്കട. മറ്റൊരു പരിപാടിയാണ് കേട്ടോ. അതാ സെറ്റ് സാരികൾ കണ്ടോ, 2 എണ്ണം. നമ്മൾ 2 സാരി എടുത്തു, 400 രൂപ വെച്ച് 800 രൂപക്ക് 2 സാരി പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നു. എവിടുത്തെ ആയിരുന്നു കേട്ടോ, കുത്താമ്പള്ളി അല്ലേ, കുത്താമ്പുള്ളി. തൃശ്ശൂരുള്ള കൈത്തറി. തോർത്തുകളുണ്ട്, സ്കേർട്ടുകൾ, മുണ്ടുകൾ. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒറ്റ മുണ്ടുകളാണ്. 100 രൂപക്കൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ 2 മുണ്ടും വാങ്ങിച്ചു.
ഇവരപ്പം പപ്പടം വെക്കണമെന്നല്ലോ അത് തന്നെയാണോ? സാധനങ്ങൾക്കൊന്നും വലിയൊരു വിലയില്ല. നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ പോക്കറ്റ് കാലിയാവാത്ത രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റി. പിന്നെ നമ്മളൊരു ദേവിയുടെ ചെറുകുന്നത്തമ്മയുടെയും കൃഷ്ണൻ്റെയും ഫോട്ടോ നമ്മുടെ അടുത്തുള്ളത് കുറച്ച് പഴയതായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഒരു ഫോട്ടോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഫോട്ടോ കൂടെ വാങ്ങിച്ചു അവിടെ നിന്ന്. ഇതിപ്പോൾ രാത്രി ആയപ്പോഴാണ് ഫുഡിൻ്റെ എല്ലാം ഒരു സെക്ഷൻ ഓപ്പൺ ആയത്. മുളക ബജി ഉണ്ട്, ഐസ്ക്രീമുകളുണ്ട്, പിന്നെ അല്ല മറ്റേ ഗോബി മഞ്ചൂരിയൻ. എന്തായാലും എല്ലാം വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. പിന്നെ മറ്റേ കരിമ്പ് ജ്യൂസ്, അമ്പലത്തിനായിട്ട് ഞാൻ വിളിക്കാം. അതിലെ വിളിക്കാം.